ഗൈസ് ഡൂയിങ്? എന്നാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയി. അപ്പയും അമ്മയും ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് പോയിട്ടുണ്ടായി. ഞാൻ ഇവിടെ നിക്കിക്ക് കൂട്ടിരിക്കുക, കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ നിക്കിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. സോ അവർ കഴിക്കാൻ കയറുമ്പോൾ ഞാൻ പുറത്തിരിക്കും. അങ്ങനെ നമ്മൾ പുറത്ത് ഡോറൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനായപ്പോഴത്തേനും അപ്പ പിന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇപ്പുറത്തിരുന്ന് പാസഞ്ചർ പ്രിൻസസ് പോലെ ഇരുന്ന് കഴിക്കാനും തുടങ്ങി. നിക്കിക്ക് കാറ് കയറി കഴിഞ്ഞാൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടെണ്ണം. ഒന്ന് പുറത്തുള്ള സീനറി ഫുള്ള് കാണുക, പിന്നെ ഒന്ന് പല ആംഗിളിൽ പല രീതിയിൽ കിടന്നുറങ്ങുക. അതിനൊന്ന് കോഴിക്കോട് സൈഡ് എത്തിയപ്പോഴത്തേനും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഓഫ് കോഴ്സ് കോഴിക്കോടുകാരുടെ സ്പെഷ്യൽ ഏലാഞ്ചിയും പിന്നെ വേറൊരു സ്നാക്കും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചായിരുന്നു. ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമേ ആയിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായുള്ളൂ. ബട്ട് ഏലാഞ്ചി വാസ് സോ യമ്മി. മറ്റേതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മറ്റേ ചിക്കനൊക്കെ വെച്ച് അങ്ങനെ എന്തൊക്കെയോ സംഭവം, മുട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും കോഴിക്കോടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മളങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് വേറൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും കൂടെ. നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് സ്നാക്സ് കൊണ്ടുപോകാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മൾ അങ്ങോട്ട് യാത്ര അങ്ങോട്ട് തുടരുക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.